കേരളത്തിലെ എഞ്ചിനീയർമാർ, കേരള PWDയിലെ എഞ്ചിനീയർമാരല്ല ഇത് ഡിസൈൻ ചെയ്യുന്നത്. അവർ ഒരു ഏജൻസിയിൽ ഇപ്പോൾ ഹൈവേ കോൺട്രാക്ട് എടുത്ത കോൺട്രാക്ടറോട് അവർ ഡിസൈൻ ഉണ്ടാക്കാൻ പറയുന്നു, അല്ലെങ്കിൽ ഒരു കൺസൾട്ടനോട് പറയുന്നു, അതിന് അവർ അപ്രൂവൽ കൊടുക്കുന്നു, അവർ പണിയുന്നു. നമ്മൾ കാഴ്ചക്കാരാണ് ഇതിനകത്ത്. കേരളത്തിലെ PWD ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നതെങ്കിൽ അവരെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് പരിഹരിക്കണം എന്ന് പറയും. ഇപ്പോൾ ക്ഷേത്രം മറയരുത് എന്നുള്ളത് അങ്ങയുടെ വികാരമാണ്, അത് നല്ലതാണ്. പക്ഷേ അത് ആര് കേൾക്കാനാണ്? ആരോടാ പറയുന്നത്? കേന്ദ്ര ഗവൺമെൻറ് വിചാരിക്കേണ്ടേ അതിപുരാതന ക്ഷേത്രമാണ്, മറയേണ്ടെന്ന് അവരല്ലേ തീരുമാനിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കല്ലേ കൂടുതൽ താല്പര്യമെന്നല്ലേ പറയുന്നത്. അവർ തന്നെ എന്താ ചെയ്യാത്തത്? ഞങ്ങളിതിനൊന്നും എതിരല്ല. ഞങ്ങൾ ക്ഷേത്രം മറയുന്നതൊന്നും നല്ല കാര്യമാണെന്ന് പറയത്തില്ല. പക്ഷേ അത് വലിയ വർത്തമാനം അതിനെപ്പറ്റി പറയുന്ന ആളുകളങ്ങ് ശരിയാക്കിയാൽ മതി. അവരത് കറക്റ്റ് ചെയ്യണം. അങ്ങനെ ക്ഷേത്രം, അതിപുരാതന ക്ഷേത്രം, അതിൻ്റെ ദർശനം മറയരുതെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. ആചാരങ്ങളിൽ അവർക്ക് ആ വിശ്വാസം അല്ലേ പറയുന്നത്. ഞങ്ങൾക്കതൊക്കെ ബഹുമാനമുണ്ട്. എല്ലാ ആചാരങ്ങളിലും കേരള സർക്കാരിൻ്റെ ബഹുമാനമുണ്ട്. എല്ലാവരുടെയും ആചാരങ്ങളെയും എല്ലാ മതവിശ്വാസങ്ങളെയും ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ അവരാണ് ചെയ്യേണ്ടത്. അത് അവരെ ശ്രദ്ധയിലൊന്ന് പെടട്ടെ. നല്ല ഈ ഒരു പത്രസമ്മേളനത്തോടെ അവരെ ശ്രദ്ധയിൽപ്പെടും, നല്ലതാണ്. ആരെങ്കിലുമൊക്കെ ഒന്ന് ഡൽഹിയിൽ പോയി പറയുമല്ലോ. നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല, നമ്മൾ ചോദിച്ചാൽ ഒന്നും തരില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയിരുന്നു. പറയുന്നുണ്ടൊന്നും തോന്നരുത്, ഞാൻ വളരെ ക്ഷമയോട് പറയുകയാണ്. നമ്മൾ ആരോപണം ഉന്നയിക്കുന്നില്ല. ഡൽഹിയിൽ പോയി ചില ആവശ്യങ്ങൾക്ക് വേണ്ടി, ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾ പോയി. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ പോലും, അതിലെനിക്ക് ഒരു മന്ത്രി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തന എന്ന നിലയിൽ അതിയായ പ്രതിഷേധമുണ്ട്. ഒന്ന് മര്യാദയ്ക്കൊന്ന് കേൾക്കാൻ പോലും മന്ത്രിക്ക് സമയമില്ല. വലിഞ്ഞേറി ചെന്നൊന്നുമല്ല. കേരളത്തിലെ ട്രാൻസ്പോർട്ട് മന്ത്രിക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒന്ന് കാണണം, ഒരു യോഗം വേണം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് ഇത്ര മണിക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാൻ ഒരു മിനിമം മര്യാദ. നമുക്ക് മധുരം വിളമ്പിയിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്കണ്ടേ? എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങളൊരു നിവേദനം കൊടുക്കുന്നു. ആ നിവേദനം എന്താണെന്ന് ഞാൻ ഇതിനു മുമ്പ് മന്ത്രിമാരെ കാണാൻ വേണ്ടി ഡൽഹിയിൽ പോയിട്ടുണ്ട്. വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് പോയിട്ടുണ്ട്, മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് പോയിട്ടുണ്ട്, മന്ത്രിമാരുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ നിഷേധാത്മകമായ ഒരു രീതി ആദ്യമായിട്ടാണ് കാണുന്നത്. പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കെ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നത് വാജ്പേയി സർക്കാരായിരുന്നു. അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ഖണ്ഡൂരിയായിരുന്നു. അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം പെരുമാറി. ഞാൻ തുറമുഖ ഷിപ്പിംഗ് മിനിസ്റ്ററെ കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹം വളരെ നല്ല നിലയിൽ ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഒരു സംസ്ഥാന കേന്ദ്ര ബന്ധത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം അങ്ങനെയല്ല. മുഖ്യമന്ത്രി പറയുമ്പോൾ രാഷ്ട്രീയമാണെന്ന് ആരും പറയണ്ട. ഇത് രാഷ്ട്രീയമല്ല. ഞാൻ രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു മന്ത്രി എന്ന നിലയിൽ വളരെ നിഷേധാത്മകമായൊരു സമീപനമാണ് കേന്ദ്രമന്ത്രിമാരിൽ നിന്നുണ്ടാകുന്നത്. കാര്യം കേൾക്കൂ, കേട്ടിട്ട് നിഷേധിക്കൂ. കേൾക്കുന്നതിന് മുമ്പ് നിഷേധിക്കുന്ന കേട്ടിട്ടുണ്ടെങ്കിലും നിഷേധിക്കാൻ വേണ്ടി നേരത്തെ എഴുതി കൊടുക്കാൻ പറയും. നേരത്തെ എഴുതി കൊടുത്തേച്ചാൽ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് നിഷേധിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. നോ എന്ന് പറയാൻ. എന്നാൽ പിന്നെ നോ എന്നൊരു കടലാസിങ് അയച്ചാൽ പോരായിരുന്നു. നിങ്ങളിങ്ങോട്ട് വരേണ്ടതില്ല, നോ. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട ഉപരിയിലെ ഗതാഗതവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, റോഡ് സേഫ്റ്റി, ഈ സംഭവിക്കുന്ന എൻഫോഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന അപകടങ്ങൾ, മരണങ്ങൾ, ലൈസൻസിങ്, ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ 6 നിവേദനങ്ങൾ കൊടുത്തു. KSRTC സംബന്ധിച്ചും കൊടുത്തു. KSRTCക്ക് പുതിയ വണ്ടികൾ വാങ്ങാൻ സമ്പത്ത് തരണം. കാരണം വെച്ചാൽ 15 വർഷം കഴിഞ്ഞ് എല്ലാ വണ്ടിയും സ്ക്രാപ്പ് ചെയ്യാൻ ഉത്തരവിറക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളെ സഹായിക്കണ്ടേ? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പ്രൈവറ്റ് ബസ്സുകാരുടെ കാര്യത്തിൽ പറഞ്ഞു, രാത്രി വണ്ടി ഓടിക്കാൻ പറയുമ്പോൾ നമ്മളൊരു ജനാധിപത്യത്തിലൊരു നീതിബോധമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കേരള KSR എല്ലാ വണ്ടിയും സ്ക്രാപ്പ് ചെയ്ത് തരാം എന്ന് പറയുമ്പം അതിനനുസരിച്ച് എന്തെങ്കിലും സഹായം തരണം. അല്ല, നമ്മൾ ആജ്ഞാപിച്ചു മറ്റുള്ളവർ അനുസരിച്ച് കൊള്ളണം എന്ന് പറയുമ്പോൾ അതിനുള്ള സഹായം ചെയ്യാനുള്ള മര്യാദ കാണിക്കണം. അത് പറയുമ്പോൾ ഇല്ല എന്ന് പറയുക. എന്നിട്ട് എല്ലാ വണ്ടിയും സ്ക്രാപ്പ് ചെയ്തേക്കുക എന്ന് പറയുക. അപ്പോൾ 50,000 കിലോമീറ്റർ ഓടാത്ത ഫയർഫോഴ്സിൻ്റെ വണ്ടി സ്ക്രാപ്പ് ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ന്യായമോ അന്യായമോ? ഫയർഫോഴ്സിൻ്റെ വണ്ടി എല്ലാ ദിവസവും രാവിലെ എടുത്താലും ടൂർ പോകത്തില്ലല്ലോ. പല ഫയർ എഞ്ചിനും 15 വർഷം കഴിഞ്ഞെങ്കിലും 1,00,000 കിലോമീറ്റർ പോലും തികയാത്ത ഫയർ എഞ്ചിനുകളാണ്. രാവിലെ ഇപ്പം ഓടിച്ചു തീർക്കണം എന്നും പറഞ്ഞ് രാവിലെ ഫയർ എഞ്ചിൻ എടുത്തിട്ട് ഓടിക്കാൻ പറ്റും. പോലീസിൻ്റെ ബസ്സുകൾ പലതും 1,00,000 കിലോമീറ്റർ 1,50,000 കിലോമീറ്റർ പോലും ആയിട്ടില്ല. 15 വർഷം കൊണ്ട് എന്താണ് ചെയ്യുന്നത്? ഒന്നുകിൽ എവിടെയെങ്കിലും ഒരു സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പ് വരെ വരും ക്യാമ്പിൽ നിന്ന്, അവിടെ സമരങ്ങൾ കഴിയുമ്പോൾ വൈകിട്ട് തിരിച്ചു പോകും. മാക്സിമം പോകുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ക്യാമ്പിൽ നിന്ന് ശബരിമല ഡ്യൂട്ടിക്ക് പോകും. വേറെ എവിടെയാണ് ഈ പോലീസ് വണ്ടി കൊണ്ട് ആരെങ്കിലും ടൂർ പോകാറുണ്ടോ? ബസ്സുകളെ 1,50,000 കിലോമീറ്റർ പോലും ആകാത്ത ബസ്സുകൾ കണ്ടം ചെയ്ത് കളയാൻ പറയാണ്. ഒന്നുമില്ല, അതിനൊരു മെക്കാനിക്കൽ ഡിഫക്റ്റ് ഇല്ല, പൊല്യൂഷൻ പ്രശ്നമില്ല, ഒന്നുമില്ല. പക്ഷേ സ്ക്രാപ്പ് ചെയ്തേക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാം സ്ക്രാപ്പ് ചെയ്തേക്ക്. എന്നാൽ എന്തെങ്കിലും സഹായം ഉണ്ടോ? ഇതൊക്കെ വളരെ മോശമാണ്. കാരണം ഒന്നും തരില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ ശരിക്കും കേരളത്തിലെ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് ബാധിക്കുന്ന ആരെയാണ്? ഭരിക്കുന്ന സർക്കാർ മാറി മാറി വരും, പക്ഷേ ഭരണകർത്താക്കളും മാറി മാറി വരും. പക്ഷേ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൽ ഒരു ചെറിയ മര്യാദയാകാം.
അത് പറയേണ്ടി വന്നതിൽ വലിയ ഖേദമുണ്ട്. കാരണം ഞാനതിൻ്റെ അനുഭവം നേരിട്ട് അനുഭവിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ആരായാലും അത് മതിയല്ലോ. ഈ ഒരു കലത്തിലിരിക്കുന്ന ചോറെല്ലാം ബന്ധമെന്ന് ഞാൻ 1 2 ചോറെടുത്ത് ഞെക്കി നോക്കിയാൽ മതി, എല്ലാം കൂടി വാരി ഞെക്കണ്ട. മനസ്സിലായല്ലോ. അതൊക്കെ വളരെ ഒരു കേരളത്തിൽ താമസിക്കുന്നൊരു പൗരൻ നിലയിൽ ഞാൻ പറഞ്ഞല്ലോ, വാജ്പേയി സർക്കാരിൻ്റെ കാര്യത്ത് ഞാൻ ഈ 2 മന്ത്രിമാരെ കാണാൻ ഞാൻ പോയിട്ടുണ്ട്. അവരുടെ സമീപനം വളരെ മാന്യമായിരുന്നു, അവരുടെ മറുപടി വളരെ നല്ലതായിരുന്നു. അവരുടെ രാഷ്ട്രീയം പറയുകയല്ല. അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് ഞാൻ പോയിട്ടുണ്ട്. വനമന്ത്രിയായിരിക്കെ ഞാൻ പലപ്പോഴും ജയറാം രമേശ് അടക്കമുള്ള മിനിസ്റ്റേഴ്സിനെ കാണാൻ പോയിട്ടുണ്ട്. അവരുടെ രീതികൾ വളരെ നല്ലതായിരുന്നു. കാണും, ഉണ്ടാകുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ ഞാനതങ്ങ് തുറന്നു പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ അറിയണമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, 2 മന്ത്രിസഭയുടെ കാലത്ത് ഞാൻ മന്ത്രിയായിരുന്നുണ്ട്. വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലെ ഗതാഗത മന്ത്രിയായിരുന്നു, മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് വനം മന്ത്രിയായിരുന്നു. ഈ 2 സമയങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. ഇത് 3ാമത്തേതാണ് ഞാൻ പോകുന്നത്. 3ാമത്തെ അനുഭവം വളരെ വളരെ വേണ്ടാന്നൊരു സമീപനമില്ല. നമ്മൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയില്ലേ, തരില്ല. കൊച്ചു പിള്ളേരൊക്കെ പറയില്ല, ഞാൻ നിനക്ക് തരില്ല എന്ന് പറയില്ല. ആ നിലയിൽ കാണരുത്. ഇത് ഒരു രാജ്യം ഭരിക്കുന്നവരാണ്, പക്വത, നമ്മളെക്കാളൊക്കെ പക്വതയും കാര്യങ്ങളും വേണ്ടവരാണ്. ഇപ്പോൾ നമ്മളൊരു മന്ത്രി എന്ന നിലയിൽ നമ്മളെ കാണാൻ പല ആൾക്കാരും വരും. അവർ വരുമ്പോഴേ പറ്റൂല ഇറങ്ങിപ്പാൻ പറയും ആരെങ്കിലും, ഇല്ലല്ലോ. നോക്കാം, കൺസിഡർ ചെയ്യില്ല എല്ലാവരും. ആ കൺസിഡറേഷനൊക്കെ വേണം. അതൊക്കെ ഒരു സാമാന്യ മര്യാദയുടെ ഭാഗം കൂടിയാണ്. ഓപ്പോസിഷനോടുള്ള ഒരു പൊളിറ്റിക്കൽ റെസ്പെക്റ്റ് കുറവായിരിക്കും, അത് പാടില്ല. പ്രതിപക്ഷ ബഹുമാനം എന്ന് പറഞ്ഞൊരു മര്യാദ എല്ലാവരും പുലർത്താണ്ട്. കേരളത്തിലെ എല്ലാ ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയക്കാര്യങ്ങൾ എടുത്തു നോക്കൂ, അവരെല്ലാവരും പ്രതിപക്ഷ ബഹുമാനം പുലർത്തി.